നിന്റെ ഫ്രോക്ക് ഉണ്ടാവും ചിലപ്പോ അവിടെ എവിടെയെങ്കിലും ചെറിയ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് കിളികളെ പോലെ. ഇത് വലിയ ഫ്രോക്കാണ്, എനിക്കിത് താങ്ങോ പെണ്ണേ. അത് കൊടുക്കേ, അത് നമ്മൾ നല്ല വലിയ ഉടുപ്പാണ്, അത് എനിക്ക് കൊള്ളൂലല്ലോ, അത് കൊടുക്കേ. അത് പാറിന്റെ ഡ്രസ്സല്ലേ, നീ എന്തിനാ ഇട്ടത്? അമ്മേ, അവൾ എന്റെ ഡ്രസ്സ് എടുത്തിട്ട് ഇങ്ങനെ തന്നെ ചെയ്യലേ. ഇപ്പൊ ഇത് തന്നെ വേണമായിരിക്കും, അതുകൊണ്ട് അവൾ അങ്ങനെയൊക്കെ പറയുന്നത്. അത് കൊടുക്കണ്ടോ, ഇത് എന്തായാലും പാറിന്റെ ഡ്രസ്സാ, ഇതെനിക്ക് തരൂല. ഞാൻ ഈ പ്രശ്നം ഒന്ന് തീർക്കാൻ നോക്കുമ്പോ നീ ഇങ്ങനെ തീക്കിട്ടിട്ട് എന്നെ ഇങ്ങനെ ഒഴിക്കല്ലേ കുട്ടിയെ. അമ്മേ, ഞാൻ സത്യല്ലേ പറഞ്ഞത്, പാറിന്റെ ഉടുപ്പാണ്, അത് കൊടുക്കേ. അയ്യോ, ചേച്ചി ദേഷ്യത്തിലാ, നമുക്ക് മെല്ലെ മുങ്ങാം, അല്ലെങ്കിൽ നമുക്കും കിട്ടും. ഡ്രസ്സോ തല്ലോ, വേഗം തീരുമാനിക്ക്. എന്നാ നടക്കേ, മിണ്ടാതെ. വേഗം ആ ഡ്രസ്സ് ഊരി വെക്കേ, എന്നെ കൂടുതൽ ദേഷ്യപ്പെടുപ്പിക്കണ്ട, മനസ്സിലായില്ലേ? പാറു തന്നാ നീ ഇട്ടാ മതി, പാറു തരും, അവൾ നല്ല കുട്ടിയാണ്. അവൾ തന്നാ നീ ഇട്ടോ, അല്ലെങ്കിൽ നീ ഇങ്ങനെ എടുത്തിടല, അത് ശരിയല്ലല്ലോ. എനിക്ക് അടുക്കളയിൽ നല്ല ജോലിയുണ്ട്, ഞാൻ കഴിഞ്ഞിട്ട് വരാം. അപ്പോഴത്തേന് ഈ ഡ്രസ്സ് ഊരി വെച്ചിട്ട് വേണം. എനിക്ക് ഞാൻ തരാടി, നിന്റെ കാരണം എനിക്ക് അമ്മൻ്റെ നടി കിട്ടിയത്, എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നീ നോക്കിക്കോ, എനിക്ക് ഇതിനിട്ട് പണി ഞാൻ തരണ്ട്. ഓ പിന്നെ, ഒന്നും അറിയാത്ത പാവം കുഞ്ഞ്. മര്യാദയ്ക്ക് ആ ഡ്രസ്സ് ഊരി വെച്ചോ, അല്ലെങ്കിൽ എനിക്ക് ഇപ്പം അടുത്തത് കിട്ടും. എന്നാലും അമ്മ എന്നെ തല്ലിയില്ലേ. നോക്കണല്ലോ മൂന്നെണ്ണം തുറപ്പിച്ചിട്ട്, നോക്കട്ടെ, എനിക്കെന്താ, ഞാൻ മൈൻഡ് ആക്കൂല. എന്തിനാണോ എന്നെ നോക്കുന്നത്? ഞാനെന്താ സുന്ദരി എന്ന് പറഞ്ഞിട്ട് ഇത്രയും സുന്ദരിയാണോ? അവൾ നോക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് ചെയ്യാം, നമ്മൾ മൈൻഡ് ആക്കണ്ട. അല്ല പിന്നെ നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടിട്ട് വലിയ ആളാക്കുന്നോ? എന്താ എന്നെ ഇങ്ങനെ തുറച്ച് നോക്കുന്നേ? ഞാൻ അമ്മയോട് പറയണോ? എന്തൊരു ജാടയാണോ എൻ്റെ അമ്മ. പിന്നെ നമ്മൾ അങ്ങോട്ട് തിരിയണ്ട, നമുക്ക് ടി വി കാണാം. അല്ല പിന്നെ നമ്മളോട് മിണ്ടണമെങ്കിൽ നമുക്കും മിണ്ടണ്ട, അല്ലാതെ എന്താ? അത് വേണോ? അമ്മയോട് പറഞ്ഞാലോ, നമുക്ക് നല്ല അടി കിട്ടും. അതൊന്നും കുഴപ്പമില്ല, അടി ഏതായാലും കിട്ടിയതല്ലേ, ഇനിയൊന്നും കിട്ടിയാൽ അതൊന്നും കുഴപ്പമില്ല. നോക്കെ, അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട് നമ്മളെ പറ്റിയാവും. അത് കുഴപ്പമില്ല, നമ്മൾ മൈൻഡാക്കണ്ട. കുറച്ച് നേരം ഉണ്ടാവും, പിന്നെ നമ്മൾ പിന്നാലെ വാരുമ്പോൾ അങ്ങനെ വരും. അത് ശരിയാ. എല്ലാ കൂട്ടുകാർക്കും ബിഗ് ഹായ്. ഒരുപാട് ആൾക്കാർ എന്നോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ കുറേ മുന്നത്തെ വീഡിയോസിലൊക്കെ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും ഞാൻ ഹായ് പറയാത്തത് കുറച്ച് ബിസി ആയിപ്പോയി. ഇപ്പൊ എല്ലാവരോടും വലിയ ഹായ് പറയാനാണ് ഞാൻ വന്നത്. പിന്നെ ആ 3 വികൃതി കുട്ടികളില്ലേ, അവരോട് ഞാൻ മിണ്ടണോ അതോ അവര് മിണ്ടണോ? എന്നോടൊന്ന് കമന്റ് ചെയ്യണേ. ആരാ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? ഈ വീഡിയോന്റെ അടുത്ത എപ്പിസോഡ് വരട്ടോ, എല്ലാരും കാണണേ. അതേപോലെ ഹായ് പറയാനുള്ള എല്ലാവരുടെ പേരും ഈ കമന്റിൽ ഇട്ടാൽ മതി കേട്ടോ. എല്ലാവർക്കും ഞാൻ ഓരോ പേര് പറയേണ്ട, എല്ലാവരുടെ പേരും ഞാൻ ഹായ് പറയുന്നതാവും. ചിലപ്പോ വിട്ടുപോകട്ടോ, അതൊന്നും ആരും കാര്യമാക്കല്ലേ. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. താങ്ക് യു.